എല്ലാവരും നല്ല അടിപൊളിയാണ്. ഇന്നത്തെ ദിവസം പ്രാധാന്യമറിയിക്കുന്നത് നമ്മുടെ ബദിരമൂകരുടെ വാർഷിക ആഘോഷത്തിന്റെ ഫലമായി എല്ലാവരും നമ്മുടെ പ്രിയങ്കരനായ കുണ്ട്ര നിയോജകമണ്ഡലത്തിന്റെ MLA ആയ ശ്രീ PC വിഷ്ണുനാഥ് അവർകൾ അദ്ദേഹം ഒരുപാട് പരിപാടി ഇന്ന് ഉണ്ട്. പ്രത്യേകിച്ച് ഓണപരിപാടിയുടെ ഇടയിൽ ഒരുപാട് പരിപാടികളുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നോക്കുമ്പോൾ 7-8 പരിപാടിയാണ് പേപ്പറിൽ ഞാൻ കണ്ടത്. അതുപോലെ ഇന്നും പല പരിപാടികളിൽ പോകണം. അദ്ദേഹം 9:00 വരാമെന്ന് സമ്മതിച്ചു. ഇന്ന് 2 പരിപാടി കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരെയും കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇവിടെ വന്നത്. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പല പ്രാവശ്യം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് വന്നില്ല. അത് നമ്മൾ വിളിച്ചു പറയുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ നിങ്ങളെല്ലാവരുടെയും പേരിൽ സമുന്നതമായി സ്വാഗതം ചെയ്യും. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ SD അഭിലാഷ് അവരുകളാണ്. അദ്ദേഹത്തിനും ഇതുപോലെ ഒരുപാട് പരിപാടികളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് 2 കല്യാണത്തിന് സദ്യക്കല്ല പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ വേറെയും പരിപാടികൾ പലതും ഉണ്ട്. എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ പ്രത്യേകം സന്തോഷം. അദ്ദേഹത്തെ സ്വാഗതിച്ചു. മൂന്നാമതായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടുന്നത് കൊല്ലം SBIയുടെ മെയിൻ ശാഖയായ SBI കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ളതായ അസിസ്റ്റന്റ് മാനേജർ. നിങ്ങളെ പോലെ ഒരു അംഗവൈകല്യമുള്ള ആളാണ്, വെറും 3 അടി നീളം. അദ്ദേഹത്തെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെയധികം നന്ദിയോടെ സ്വാഗതം ചെയ്യും. മൂന്നാമത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രസിഡന്റ് ആകുന്ന ജലീൽ നിങ്ങളെ എല്ലാവരുടെയും പ്രസിഡന്റാണ്. അദ്ദേഹം ഒരാഴ്ച കൊണ്ട് ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്തു. ഇനിയും ഇതിന്റെ ഇത്തരുണത്തില് ഈ സമ്മാനങ്ങൾ നിരന്നിരിക്കുന്ന ഓണ സമ്മാനങ്ങൾ കണ്ടില്ലേ? ഈ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് തന്നെ തരാൻ വേണ്ടിയാ. അതിനെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച്
സുരേഷ് കുമാർ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു. അദ്ദേഹത്തെയും ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊള്ളും. അതോടൊപ്പം തന്നെ ഇതിന് ട്രസ്റ്റ് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. ഈ ത്രിമൂർത്തികളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ ത്രിമൂർത്തികൾ 1, 2, 3 ഈ 3 പേരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഈ പ്രസ് നിർഭത്തില് ബാബുവിനും അതിയായി സ്വാഗതം ചെയ്ത സന്തോഷമുണ്ട്. ഇപ്പോൾ അച്ചടക്കത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം. ഇനി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പലരും ഉണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തു. നന്ദി, നമസ്കാരം. നിർവഹിക്കുന്ന അന്നൂജെ സൈമൺ, ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഓണ സമയമായാൽ മാധ്യമ സുഹൃത്തുക്കൾ, ആനന്ദ ദീപക് അടക്കമുള്ള സുഹൃത്തുക്കളെ, ഓണ സമയമായാൽ ഒരു ദിവസം 10-15 പരിപാടിയിൽ വരെ പങ്കെടുക്കാറുണ്ട്. ഇന്നലെയും പങ്കെടുത്തു. അതിൽ കൂടുതലും ഓണാഘോഷ പരിപാടികളുമായിരിക്കും. പക്ഷേ ഞാൻ പങ്കെടുത്തിട്ടുള്ളതും ഇനി പങ്കെടുക്കാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഓണാഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ന് ഇവിടെ നടക്കുന്ന ഓണാഘോഷമാണ്. നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ പ്രയാസങ്ങളെയെല്ലാം മാറ്റിവെച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. നോക്കുമ്പോൾ ഇവിടെ ഓണത്തിൻ്റെ കിറ്റുകളുണ്ട്, ഓണക്കോടിയുണ്ട്, ഓണ സമ്മാനങ്ങൾ ഇങ്ങനെ നിരന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇഷ്ടം പോലെ ഓണ സമ്മാനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ മറ്റു സാധനങ്ങൾ, സാമഗ്രികളെല്ലാം ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പരീക്ഷാ വിജയത്തിന് അവർക്ക് അനുമോദനങ്ങൾ നൽകുന്നുണ്ട്, പഠന ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഓണാഘോഷ പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഈ കൊല്ലം ജില്ലാ ബദിര അസോസിയേഷനെ ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്, ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ രാവിലെ ഇവിടെ വന്നിട്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താറുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് വരാൻ പറ്റിയില്ല. രാവിലെ കോട്ടയത്ത് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പോവേണ്ടി വന്നു. അപ്പം ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന് വന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഓണാഘോഷത്തിൽ വന്നുകൊള്ളാം എന്ന് ഞാൻ ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ആ ഉറപ്പ് പാലിച്ച് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓണം മലയാളികളുടെ മുഴുവൻ ഒരു ആഘോഷമാണ്. ലോകത്ത് എവിടെ മലയാളി ഉണ്ടായാലും അവിടെ എല്ലാം ഓണാഘോഷമുണ്ട്. മലയാളിക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരാഘോഷമാണ് ഓണാഘോഷം. അപ്പോൾ അതുകൊണ്ട് ഈ ആഘോഷത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇന്നിപ്പോൾ ഓണസദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയാൽ പഞ്ചായത്ത് പ്രസിഡന്റും എനിക്കും എല്ലാം ഓരോ പരിപാടികളായി കയറി ഇങ്ങനെ പോവുക. അതുകൊണ്ട് ഓണസദ്യ കഴിക്കാൻ പറ്റുന്നില്ല. അടുത്ത വർഷം പറ്റുമെങ്കിൽ ഓണസദ്യയും കൂടി കഴിക്കാം എന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് കൊല്ലം ജില്ലാ ബദിര അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.
എല്ലാവരും ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ വൈ മാത്യു ചെയർമാൻ കൂടിയാണ്. സ്വാഗതം ആശംസിച്ച അബ്ദുൽ ജലീൽ, ശ്രീ അബ്ദുൽ ജലീൽ എൻ്റെ പ്രസിഡന്റാണ്. മത്സരം പ്രാർത്ഥന ശ്രീ ഫാത്തിമ റോഷ്മാൻ, വേദിയിലുള്ള പ്രിയപ്പെട്ടവർ, പ്രിയമുള്ളവർ, ഞാൻ ഈ പരിപാടി കുറേ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തിരിക്കുന്ന ഒരാളാണ്. 27 വർഷം, 25 വർഷം. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. ഏറ്റവും സന്തോഷപ്രദമായ, ഏറ്റവും സന്തോഷം നൽകുന്ന ഓണാഘോഷം ഇത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ള മനുഷ്യർ അതിജീവിക്കാൻ കഴിയാത്തവർക്ക് മനുഷ്യരായി മാറാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒരു വലിയ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ ഓണം നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലും നിങ്ങളോടൊപ്പം എല്ലാവിധമായ ഇടപെടലിനും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇനിയുള്ള ദിവസങ്ങൾ പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു വലിയ ഇടപെടൽ നടത്തുവാനുള്ള പരിശ്രമം ഉണ്ടാകും. ഇക്കുറി നമ്മുടെ ഓണം വലിയ സന്തോഷപ്രദമായി മാറട്ടെ. നിങ്ങളോടൊപ്പം ഒരു സഹോദര തുല്യനായി പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞാനും ഉണ്ടാവും. ഓണം മനുഷ്യരെ നന്മയിലേക്ക് കൊണ്ടുപോകും ഒരാശയത്തിൻ്റെ ലക്ഷണമാണ്. എല്ലാ തരത്തിലുമുള്ള മനുഷ്യർ ഒരുമിച്ച് ചേർന്നിരുന്ന് സ്നേഹത്തോടെ പങ്കുവയ്ക്കപ്പെടേണ്ടുന്ന ആഘോഷമാണ് ഓണം. ആ ഓണം എല്ലാവരും ചേർന്ന് ഇന്ന് ആഘോഷിക്കാൻ കഴിയണം. ഇവിടെ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ നമുക്ക് സന്തോഷത്തോടെ ആഘോഷിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കുചേർന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അദ്ദേഹം നിങ്ങളുടെ കൊല്ലം ജില്ലാ ബദിർ അസോസിയേഷനിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓണം സെലിബ്രേഷന് ഞാൻ എത്തിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഓഫീസിലെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വരുവാൻ ഇടയായത്. ഫസ്റ്റ് മെമ്പർ ആയിരുന്നു ഞാൻ ഈ അസോസിയേഷനിലെ. വെൽഫെയർ അസോസിയേഷന്റെയും സ്പോർട്സ് അസോസിയേഷന്റെയും മെയിൻ സ്ഥാനം വഹിക്കുന്നു. ഗവൺമെന്റ് ജോബ്, ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ആ കാരണം കൊണ്ട് തന്നെ അസോസിയേഷന്റെ പല പ്രവർത്തനങ്ങളിൽ നിന്നും കുറച്ചു നാൾ വിട്ടു നിൽക്കേണ്ടി വന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വരുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. AISCD ഓൾ ഇന്ത്യ സ്പോർട്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു.
18 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിലും സ്പോർട്സ് മീറ്റിന് പലതവണ പോയിട്ടുണ്ട്. സ്പോർട്സിലായിരുന്നു കുറെ നാള് നിന്നിരുന്നത്. സ്പോർട്സ് സംഘടനയിൽ ഉണ്ടായിരുന്ന ഡെഫായിട്ടുള്ള വ്യക്തികൾക്ക് അതിന്റെ ആനുകൂല്യങ്ങളും ഒക്കെ നൽകുവാനായിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം എല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കുറച്ച് മെമ്പേഴ്സേ ഉള്ളായിരുന്നു, പക്ഷെ ഇന്ന് ഇവിടെ ഫുള്ള് മെമ്പേഴ്സിനെ കാണാൻ സാധിച്ചതിനോർത്ത് വളരെ സന്തോഷം. എല്ലാവരും കാണാൻ സാധിച്ചതിനോർത്ത് വളരെ സന്തോഷം. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച MLA സർ എത്തിയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിരുന്നു. പല വിധത്തിലുള്ള പല സംഘടനയിലുള്ള ആൾക്കാരും നമ്മളുടെ അതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. ചെയർമാൻ ബേബി സർ, പ്രസിഡന്റ് ജലീൽ സർ, ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ, ട്രഷറർ ബാബു, ഇവരുടെ എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നേ ദിവസം ഓണം ആഘോഷിക്കാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബേബി സാർ വളരെ വർഷങ്ങളായിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂപ്പണുകളുണ്ട്, പല പല ഗിഫ്റ്റുകളുണ്ട്, ഡൊണേഷനുകൾ ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്രാവശ്യത്തെ ഓണത്തിന് മുന്നോടിയായിട്ട് ഇവിടെ എല്ലാം പെയിന്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. മുമ്പ് കുറച്ച് ഡാർക്ക് ആയിട്ടിരുന്നു, ഇപ്പൊ നല്ല ബ്രൈറ്റ് ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന അതേ ബ്രൈറ്റ്നസോട് കൂടി എല്ലാവരും ഇരിക്കുന്നു. ഓണക്കിറ്റുകളും സമ്മാനങ്ങളും ഓണക്കോടികളും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. എന്നെ ശ്രദ്ധിച്ചിരുന്ന ഏവർക്കും നന്ദി. ഹാപ്പി ഓണം. താങ്ക് യു. കൊല്ലം ജില്ലാ ബ്രദർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന സുരേഷ് കുമാറിനെ ചെയർമാൻ ആയിരിക്കുന്ന ബേബി സർ, പ്രസിഡന്റ് ആയിരിക്കുന്ന ജലീൽ, ട്രഷറർ ആയിരിക്കുന്ന തോമസ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പലയിടങ്ങളിലേക്ക് ഡൊണേഷനായും പലവിധ സഹായങ്ങൾക്കായും നിരവധി ഓഫീസുകൾ സമീപിക്കുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് പല ഹെൽപ്പും പല സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുകയും നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളുടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരൊക്കെ പല പല ഡൊണേഷനുകൾ നമുക്ക് നൽകി. ഈ കാണുന്ന ഗിഫ്റ്റുകളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. ഓണക്കോടികൾ നമ്മൾ ഇപ്രാവശ്യം പുതിയതായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ പർച്ചേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. വളരെയധികം പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഓണം ആഘോഷിക്കാൻ ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും വന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി 11 മണി 12 മണിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പല സഹോദരങ്ങളും ഈ പെയിന്റിങ്ങിന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
ആത്മാർത്ഥമായിട്ട് അവര് ചെയ്തു തന്നു. ഇദ്ദേഹമാണെന്ന് തോന്നുന്നു പെയിന്റിങ്ങിന് നേതൃത്വം. നമുക്കവിടെ പുറത്ത് ആഹാരത്തിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയല്ല, ഔട്ട്സൈഡാണ്. നമുക്ക് അവർ ഫ്രീ ആയിട്ടാണ് ആ ഒരു സജ്ജീകരണം നൽകിയിരിക്കുന്നത്. പക്ഷെ നമ്മള് ചീഫ് ന്യൂസ് ജ്വല്ലറിയുടെ ഓണർ, സോ നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോഴും നീറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ ഏവരും ശ്രദ്ധിക്കണം. അധ്യാപകനായി പെൻഷനറായിട്ട് 20 വർഷം കഴിഞ്ഞു. ഈ വർഷങ്ങൾക്കിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ബാബു എന്നെ വിളിച്ചുകൂടെ കൊണ്ടുവന്നു. ഒരാള് വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ. ആദ്യമ സമയത്ത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയും പ്രകാരം മെല്ലെ മെല്ലെ നിങ്ങളുടെ ആംഗ്യഭാഷ പഠിച്ചു. പക്ഷേ നിങ്ങൾ പരസ്പരം പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഈ സാഹചര്യത്തില് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും രാത്രിയെന്നോ പകലെന്നോ ഞാൻ പള്ളിയിൽ പോകേണ്ട സമയത്ത് പോലും നിങ്ങളുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് ഇവിടെ വരും. എല്ലാ സാഹചര്യത്തിലും ഞാൻ നിങ്ങളോടൊപ്പം സഹകരിച്ചു. പലർക്കും എന്നാലാവും വിധം ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഗവൺമെന്റ് ജോലികൾ എംപ്ലോയ്മെന്റ് മുഖേന വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. വീടില്ലാത്ത പലർക്കും വീടിന് വേണ്ടി അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. അതിനുദാഹരണമാണ് ഇന്ന് വന്ന പെൺകുട്ടി ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി വസ്തു ഇല്ല എങ്കിലും എനിക്കിപ്പോ വണ്ടി പോകാൻ വയ്യ, ഇപ്പൊ എന്റെ വണ്ടി വെയിലത്തിരിക്കുക, ഗ്രൂപ്പാണ് ഇവിടെ പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം വളരെ വേഗം തന്നെ ഞങ്ങൾ അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കും.
ഗ്രൂപ്പാണ് ഇതിന് പെയിന്റിങ്ങിനൊക്കെ നേതൃത്വം നൽകിയത്. ഒറ്റ ദിവസം കൊണ്ട് രാത്രി ഉറക്കമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ടാണ് ഇവർ പെയിന്റിങ്ങിന്റെ എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഉറക്കമില്ലാതെ ഒരു ഡേ കംപ്ലീറ്റ് നിന്നാണ്. പെയിന്റിങ്ങിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തു. പക്ഷെ പെയിന്റിങ് കഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ല ഉള്ളൂ. അതിന് നമുക്ക് ഈ ചേച്ചിമാരാണ് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് പുതുമുത്തം പോലെ ആക്കിയെടുക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെയും ഈ നിമിഷത്തിൽ ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. ആക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ളത്. അതെ അതെ, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരുടെ എല്ലാ ജോലികളും തിരക്കുകളും മാറ്റി വെച്ചിട്ടാണ് അവർ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി വന്നത്. സുരേഷ് കുമാർ പറഞ്ഞതനുസരിച്ചാണ്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് പെയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പെയിന്റും ബ്രഷും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് വേഗം ചെയ്തത്. ആ സമയം നോക്കുമ്പോൾ അവനൊക്കെ പണി ചെയ്ത് തളർന്നിരിക്കുന്ന സ്റ്റേജിലായിരുന്നു. എന്തായാലും ചെയ്ത വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇവരുടെ ഗ്രൂപ്പാണ് ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു. വളരെയധികം അവർ കഷ്ടപ്പെട്ട് പ്രയത്നിച്ചു. അവിടെ എല്ലാ ജോലികളും മാറ്റി വെച്ച് 2 ദിവസം കൊണ്ടാണ് ഇവിടെ മൊത്തം അവർ വൃത്തിയാക്കിയത്. അവരെ ഈ നിമിഷം വനിതാ അസോസിയേഷന്റെ ചെയർമാനാണ്
ഷീബ. ചെയർമാനാണ് ഷീബ. നമ്മുടെ കൂടെ തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഡൊണേഷന്റെ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഷീബ നമ്മളോട് എല്ലാ ഓഫീസുകളിലും വരികയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തില് വളരെ നന്ദി അറിയിക്കുന്നു. Pat.